ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ നേരം പോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെറൈറ്റി വീഡിയോ ആയിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യമേ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇന്ന് നൈറ്റിൽ നമ്മൾ ഡിന്നറിനുള്ള കുറച്ച് ഐറ്റംസ് ആയിരുന്നു ചെയ്തത്. ഇന്ന് അമ്രൂസിന് മാഗി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്തവണ വാങ്ങിച്ചത് സിമ്പിൾ മാഗിയാണ് കേട്ടോ. നോർമൽ മാഗി, അത് നമ്മൾ ഫസ്റ്റ് മാഗി ഇറങ്ങിയ ടൈമിലുള്ള 2 മിനിറ്റ് മാഗി ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫാമിലി പാക്കാണ് വാങ്ങിച്ചത്. അതൊക്കെ എടുത്ത് ആളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പം ഞാൻ ഇന്ന് ഇത് വെച്ചിട്ട് ഒരു മാഗി ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ എന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എഗ്ഗൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി മാഗി ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക. അപ്പോൾ ഇന്ന് 2 ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമേ പറയുന്നില്ല, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി വെച്ചോളൂ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ ഞാൻ 3 സ്റ്റൗവിലും എല്ലാ സംഭവങ്ങളും വെച്ചു കേട്ടോ. കാരണം രാത്രിയും കൂടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. ചൂട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല ചൂടാണ്. ഞാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കിംഗ് തീർക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അമ്രൂസിന് മാഗി വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ അങ്ങ് തിരിച്ചു നമ്മുടെ തട്ടകത്തിലേക്ക്. ഫസ്റ്റ് തന്നെ ഞാൻ മാഗി ഉണ്ടാക്കാനായിട്ട് പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് ചൂടാകാനൊക്കെ വെച്ചു. തിളയ്ക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ ക്യാരറ്റും ഓറഞ്ചും കൂടി വെച്ചിട്ടൊരു സ്മൂത്തി എന്നൊക്കെ പറയാം, ഒരു ജ്യൂസ് ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് വേവിക്കാനായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് വേവിക്കാനായിട്ട് വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ ഒരു ചീനച്ചട്ടിയിൽ എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, പിന്നെ കുറച്ച് നമ്മുടെ മസാല ജീരകം ഇട്ടിട്ട്, പിന്നെ ഈ എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ ഈ മാഗിയുടെ മസാലയിലേക്ക് ഇടാനുള്ള ഐറ്റംസ് ആണ്, വരട്ടാനുള്ള ഐറ്റംസ് ആണ്. ഒരു സവാള എടുത്തു, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തു, പിന്നെ ഒരു പച്ചമുളക് എടുത്തു. അപ്പോൾ ഇത്ര മാത്രമുള്ള സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് വരട്ടണം. ഒരുപാട് വരട്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഉള്ളിയൊക്കെ ഒന്ന് കടിച്ചാലേ ഒരു രുചി വരുത്തുള്ളൂ. എന്നിട്ട് ഒരു പകുതി വരണ്ട് വരുന്ന ചുവപ്പ് നിറമൊക്കെ ആകുമ്പോഴത്തേക്കിന് അത്രയും നമുക്ക് ആയാൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി, എല്ലാം പേരിന് മാത്രം മതി കേട്ടോ. പിന്നെ ഇത്തിരി ഗരം മസാല പൊടി ഇടണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അതിലേക്ക് നമ്മുടെ മുട്ട, ഒരു താറാമുട്ടയാണ് എടുത്തേക്കുന്നത്. കോഴിമുട്ടയായാലും കുഴപ്പമില്ല. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് താറാമുട്ടയെ ഞാൻ സജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ താറാമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കുക. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മുരിച്ചുകൂടി എടുക്കുക കേട്ടോ. ഒന്ന് ചിക്കുന്നതൊന്ന് മുരിഞ്ഞ് വരാനൊക്കെ ആയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും മാഗിയും ഞാനവിടെ മാഗിയിൽ മസാലയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാഗി അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒടിച്ചൊന്നും ഇടില്ല മാഗി. നമുക്കിങ്ങനെ മുഴുവനെ ഇട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ നല്ല വെന്ത് അതൊന്ന് ഡ്രൈ ആക്കണം മാഗി. നമ്മൾ സാധാരണ ഒരു ലൂസി സ്ട്രക്ചറിലൊക്കെ ആണല്ലോ എല്ലാവരും കഴിക്കുന്നത്. ഒരു ലൂസി കൺസിസ്റ്റൻസിലൊക്കെ ആണല്ലോ നമ്മൾ കഴിക്കാറുള്ളത്. എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഞങ്ങളൊക്കെ അങ്ങനെയാണ് കഴിക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ ഈ മാഗി, ഈ ഒരു നമ്മുടെ ഈ ബേസ് മോഡൽ മാഗി ആണല്ലോ ഇത്. അപ്പോൾ ഇത് പണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല. ഞങ്ങൾ അതിൻ്റെ ആ ഒരു മസാലയുടെ ടേസ്റ്റ് എന്തോ ആണോന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു അന്ന് ഞങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ട് ഉമ്മയും കൊതി തോന്നിയിട്ട് വാങ്ങിക്കും. പക്ഷെ ഞങ്ങളത് കഴിക്കില്ല. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മസാല എടുത്ത് മാറ്റിയിട്ട് മാഗി മാത്രം പാലൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ ഈ വെർമിസെലിയൊക്കെ കഴിക്കില്ലേ, സേമിയ കഴിക്കുന്ന ഒരു ടേസ്റ്റൊക്കെ വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ട്രൈ ചെയ്തിട്ടാണ് മാഗി കഴിക്കുന്നത്. പിന്നെ ഞങ്ങളായിട്ട് തന്നെ എന്താ ഇഷ്ടപ്പെട്ട്, അതായത് ഞങ്ങൾ മനഃപൂർവ്വം ഇഷ്ടപ്പെട്ട് പിന്നെ അങ്ങനെ ആയതാണ്. പിന്നെ ഇപ്പോൾ ആട്ട നൂഡിൽസ്, ആട്ട മാഗി ഒക്കെ കുറേ വേരിയേഷൻസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. അപ്പം നിലവിൽ ആട്ട മാഗിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ ഇത് ഒത്തിരി വർഷമായി കേട്ടോ വാങ്ങിച്ചിട്ട്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പം ഇപ്പോഴാണ് വാങ്ങിയത്. അപ്പം വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ മസാല എന്തെങ്കിലും, അത് ചിലപ്പോൾ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മസാലയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ വെജോ പ്യുവർ വെജൊക്കെ ആയിട്ട് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ക്യാബേജും ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട്, അങ്ങനെയൊക്കെയാണ് ഗ്രീൻ പീസൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം സംതിങ് ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് നാളായി ഇപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട്. പണ്ടൊക്കെ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പം ഞങ്ങളിതൊരു ഉപ്പുമാവാക്കി അങ്ങ് എടുത്തു. അപ്പം നല്ല മാഗി നല്ല ഡ്രൈ ആയിട്ട് വന്നതിലേക്ക് നമ്മുടെ മസാല ഉണ്ടാക്കി വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
കൂടുതൽ ഡെക്കറേഷൻസോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. എന്നിട്ടൊന്ന് ചിക്കി കൊടുക്കുക. ചിക്കി കൊടുത്ത് ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കണം. അപ്പോൾ അമ്രു ജ്യൂസിൻ്റെ ആളായതുകൊണ്ട് തന്നെ അമൃത് തന്നെ ഇങ്ങനെ തോണ്ടി 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 നിൽക്കണം, ഉമ്മി ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ക്യാരറ്റ് വേവിച്ചത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ഐസും കൂടി ഇട്ട് കൊടുത്തു തണുപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തു. നല്ല പേസ്റ്റാക്കി എടുത്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്താലും എക്സ്ട്രാ കൂടി ആഡ് ചെയ്യുമല്ലോ. ഒരു മുസമ്പി എടുത്തു. അപ്പോൾ ഓറഞ്ച് അല്ല, മുസമ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ ഓറഞ്ച് ഉണ്ടെന്നാണ് വിചാരിച്ചത്. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ മുസമ്പി ഇരിക്കുന്നത്. എന്നാൽ പിന്നെ മുസമ്പി എന്ന് വെച്ചു. അങ്ങനെ ഒരു മുസമ്പി എടുത്ത് അത് കട്ട് ചെയ്ത് നമ്മുടെ ഇതിൽ തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ പൾപ്പ് എടുത്ത് മാറ്റി വെച്ചു. അതിൻ്റെ നീരൊക്കെ ആയിട്ട് അപ്പോൾ ഇത്രയും പൾപ്പ് കിട്ടി. എന്നിട്ട് നമ്മൾ ഈ അരിച്ചെടുത്തതിലേക്ക് നമ്മൾ പിന്നെ ഒരു കുറച്ച് നന്നാറി സർബത്തിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇത്തിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഒന്ന് അടിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടിച്ച് സെറ്റാക്കി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പിന്നെ ആ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ഇട്ട് അടിച്ചെടുക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഓറഞ്ചിൻ്റെ നീര് അതിനകത്ത് ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് അടിച്ച് പതിപ്പിച്ചൊക്കെ ഇങ്ങനെ എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ മിക്സി പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിൾ അടിപൊളി ജ്യൂസായിരുന്നു. അമൃസ് കിട്ടിയപ്പോഴേ ജ്യൂസ് കുടിച്ചു കാലിയാക്കി. പിന്നെ അമൃസിന് മാഗി ഇഷ്ടമായതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മാഗി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമൃസ് മാഗിയൊക്കെ പിന്നെ കഴിച്ചു. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഡിഷ് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞങ്ങളുടെ വെറൈറ്റി വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ പേരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് തന്നെ ഒരു വലിയ സന്തോഷമാണ് കേട്ടോ. ലൈക്കോ സബ്സ്ക്രൈബേഴ്സിനെക്കാളൊക്കെ നോക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് ആണ്. അത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. നിങ്ങളുടെ റെസ്പോൺസ് എപ്പോഴും പറയുന്ന പോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മറക്കണ്ട. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.